2026 ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ വമ്പൻ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു. നിലവിലെ യൂറോ കപ്പ് ജേതാക്കളായ സ്പെയിൻ മുൻ ലോകകപ്പ് റണ്ണറപ്പുകളായ ഫ്രാൻസിനെ നേരിടുന്നു. ലോക ഫുട്ബോളിലെ കരുത്തരായ രണ്ട് ടീമുകൾ നേർക്കുനേറെത്തുമ്പോൾ ഫുട്ബോൾ പ്രേമികൾ ആവേശകരമായൊരു മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. നേർക്കുനേർ കണക്കുകൾ: സ്പെയിന് നേരിയ മുൻതൂക്കം. ഇരു ടീമുകളും തമ്മിലുള്ള ചരിത്രം പരിശോധിച്ചാൽ സ്പെയിനാണ് നേരിയ മുൻതൂക്കം. ഇതുവരെ 38 തവണയാണ് ഇവർ ഏറ്റുമുട്ടിയത്. സ്പെയിൻ വിജയിച്ചത് 18 തവണ, ഫ്രാൻസ് വിജയിച്ചത് 13 തവണ. സമനില 7 മത്സരങ്ങൾ. യൂറോ കപ്പിലെ 2 മത്സരങ്ങളിലും വിജയം സ്പെയിനൊപ്പമായിരുന്നു. എന്നാൽ ഫിഫ ലോകകപ്പിൽ നേർക്കുനേർ വന്നപ്പോൾ ഫ്രാൻസിനായിരുന്നു ജയം. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന നാഷൻസ് ലീഗ് മത്സരത്തിൽ 5-4 വരെ എന്ന സ്കോറിന് സ്പെയിൻ വിജയിച്ചിരുന്നു. ലാമിൻ യമാലിന്റെ ഇരട്ട ഗോളുകളും നിക്കോ വില്യംസ്, മൈക്കൽ മെറീനോ, പെഡ്രി എന്നിവരുടെ ഗോളുകളുമാണ് അന്ന് സ്പെയിന് തുണയായത്. ടീമുകളുടെ നിലവിലെ ഫോം: മത്സരം സെമിയിലേക്കെത്തുമ്പോൾ ഇരു ടീമുകളും വ്യത്യസ്തമായ വെല്ലുവിളികളും കരുത്തുമാണ് നേരിടുന്നത്. ഫ്രാൻസിന്റെ കരുത്ത്: നിലവിലെ പ്രകടനം നോക്കുമ്പോൾ ഫ്രാൻസ് മികച്ച ഫോമിലാണ്. കിലിയൻ എംബാപ്പെ 8 ഗോൾ 3 അസിസ്റ്റ്, ഉസ്മാൻ ഡെംബെല്ലെ 5 ഗോൾ 2 അസിസ്റ്റ് എന്നിവരുടെ ഫോം ടീമിന് വലിയ മുതൽക്കൂട്ടാണ്. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ 16 നേടിയതും കൂടുതൽ ടാർഗറ്റ് ഷോട്ടുകൾ 47 ഉതിർത്തതും ഫ്രാൻസാണ്. തുടർച്ചയായ 3ാം തവണയാണ് അവർ ലോകകപ്പ് സെമിയിലെത്തുന്നത്. സ്പെയിന്റെ കരുത്ത്: സ്പെയിൻ ഈ ലോകകപ്പിൽ ഇതുവരെ 11 ഗോളുകൾ നേടിയിട്ടുണ്ട്. ടീമിലെ വ്യത്യസ്ത താരങ്ങൾ ഗോളുകൾ കണ്ടെത്തുന്നതാണ് സ്പെയിനിന്റെ പ്രത്യേകത. മൈക്കൽ ഒയാർസബാൽ 4 ഗോളാണ് ടീമിന്റെ ഗോൾ വേട്ടയിൽ മുന്നിലുള്ളത്. എന്നാൽ യുവതാരം ലാമിൻ യമാലിന്റെ ഫോമൌട്ട് ടീമിന് ചെറിയ ആശങ്ക നൽകുന്നുണ്ട്. എങ്കിലും മികച്ച ഒത്തിണക്കത്തോടെ കളിക്കുന്ന സ്പെയിൻ ഏത് വമ്പൻ ടീമിനെയും വീഴ്ത്താൻ കെൽപ്പുള്ളവരാണ്. ആവേശകരമായ ഈ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. താരമൂല്യത്തിലും ടീം സ്ട്രാറ്റജിയിലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവർ തമ്മിലുള്ള പോരാട്ടം ഫുട്ബോൾ ആരാധകർക്ക് ഒരു വിരുന്നായിരിക്കും എന്നതിൽ സംശയമില്ല.